ഇന്ന് നമ്മളുടെ കൂടെ ഒരു സുന്ദരനും സുന്ദരിയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഐൻ ഹണി ആരോഹി ആൻഡ് ഗബ്രി, വെൽക്കം ടു മൂവി വേൾഡ്. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നിങ്ങളാണല്ലോ. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും വീഡിയോസ് ആണ് അല്ലേ? നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ചെറിയ ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ. ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച ഒരു ട്രാൻസ് വിമൺ, അതായത് സ്റ്റെല്ല. അപ്പോൾ അവരല്ല ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് ഹണിയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. ശരിക്കും അതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കല്ല ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ മാരേജ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നത് 2021 ജൂലൈ 4 എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പോൾ അത് കോവിഡ് സമയമല്ല. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യനാണ്. ഈ ആക്ച്വലി ഗുരുവായൂരമ്പലത്തിൽ ആ സമയം വരെ ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ലാസ്റ്റ് നടന്ന ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും എന്തെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കാരണം അതും ട്രാൻസ് വുമണിൻ്റെത്. ഇപ്പം അവിടെ ആ സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അത് പറ്റത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇപ്പം നടത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു. മുന്നേ അത് നടത്താമായിരുന്നു. അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ എൻ്റെ ആധാർ കാർഡിലെല്ലാം ഫീമെയിൽ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണം നടന്ന സമയത്ത് എന്നെ അവിടെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് സ്റ്റെല്ലയുടെ മാരേജിന് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് പോകേണ്ട ആവശ്യമില്ല, വിളിക്കാത്തൊരു സ്ഥലത്ത് പോകേണ്ട. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ട് ഞാൻ അധികം കോൺടാക്ട്സ് ഇല്ല. കാരണം എൻ്റെ കമ്മ്യൂണിറ്റി ആയാലും ആരാണേലും എനിക്ക് മോശം ചെയ്യുന്ന ആളുകളുമായിട്ട് ഞാൻ അധികം കോൺടാക്ട്സ് ചെയ്യാറില്ല. കാരണം നമ്മളെ പറ്റിയിട്ട് എപ്പോഴും തെറ്റായി സംസാരിക്കുക, നമ്മളെല്ലാം തെറ്റാണെന്ന് പറയുക, മീൻസ് അവരുടേത് ഒരു എപ്പോഴും നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് വൈബ് തരുന്ന ആളുകളുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് തന്നെയാണ് ഒത്തുചേർന്ന് പോകുന്നത്. പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, ഇപ്പോൾ രഞ്ജു മമ്മി, ശീതൾ ശ്യാം എന്ന് പറയുന്നത് എൻ്റെ മമ്മി തന്നെയാണ്. പിന്നെ അനു, അങ്ങനെ കുറച്ച് പേര്, പിന്നെ ശിവ്, അർപ്പിത, അങ്ങനെ കുറച്ച് പേരുമായിട്ട് മാത്രമേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ കോൺടാക്ട്സ് ഉള്ളത്. അല്ലാതെ വേറെ ആളുകളുടെ അങ്ങനെ കോൺടാക്ട്സ്, പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടും എന്നല്ലാതെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിനും ഞാൻ അങ്ങനെ അധികം പേരെ വിളിച്ചിട്ടില്ല. എൻ്റെ കല്യാണം അപ്പോൾ ഇതും ഞാൻ അങ്ങനെ വിചാരിച്ചത്, ഇവരുടെ കല്യാണത്തിന് ഞാൻ അതുകൊണ്ടായിരിക്കും വിളിക്കാഞ്ഞ എന്ന് വിചാരിച്ചിരുന്നു. കാരണം സ്റ്റെല്ലയുമായിട്ട് ഞാൻ അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ജസ്റ്റ് കോൺടാക്ട്സ് ഉള്ളതല്ലാതെ കണ്ടിന്യൂസ് കോൺടാക്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ സ്റ്റെല്ല എന്നെ മമ്മിയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റെല്ലയുടെ കല്യാണത്തിന് ഇവിടെ നിന്ന് കുറേ എറണാകുളത്തുള്ള കമ്മ്യൂണിറ്റികൾ പോയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെല്ലയുടെ കല്യാണമാണ് ഗുരുവായൂരമ്പലത്തിലാണ്, ഹണിയുടെ കല്യാണം നടന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കല്യാണം നടന്ന സ്ഥലം. അപ്പോൾ എനിക്ക് പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ. ആകെ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ 2 വട്ടമേ പോയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയത്, സെക്കൻഡ് എൻ്റെ കല്യാണത്തിന് പോയത്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യം പോയതും സെക്കൻഡ് പോയതും വളരെ സന്തോഷത്തോടെ. പിന്നെ എനിക്ക് അവിടെ പോയിട്ടൊന്നുമില്ല. എനിക്ക് അത്രത്തോളം സങ്കടകരമായിട്ടുള്ള സ്ഥലമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദൈവമാണ് ഗുരുവായൂരപ്പൻ. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം നടന്ന അവിടുത്തെ അത് നഷ്ടപ്പെട്ട പോയ സ്ഥലമാണത്. അപ്പം ഞാൻ അവിടെ പോകരുതെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ പോകാത്തത്. അപ്പോൾ കല്യാണത്തിന് ഇവിടെ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു, ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ സന്തോഷമായി. ഞാൻ അപ്പം തന്നെ സ്റ്റെല്ലയുടെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു വീഡിയോ. പോസ്റ്റ് ചെയ്ത് സ്റ്റെല്ലയും വന്ന് ലൈക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റെല്ല ഇങ്ങനെ വീഡിയോ ചെയ്തു, ഇന്ത്യയിൽ ലോകത്ത് ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ വെച്ച് മാരേജ് ചെയ്തു, ഫസ്റ്റ് കപ്പിൾ എന്നൊക്കെ. അപ്പോൾ ഞാനതിനെ റിയാക്ട് ചെയ്തില്ല. ഞാൻ അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്യേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കല്യാണത്തിന് നിൽക്കുന്ന ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ തെറ്റായ ന്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നു എന്നവർ വിളിച്ചു. ഞാൻ പറഞ്ഞു, അവർ കൊടുത്തോട്ടെ, കുഴപ്പമില്ല, റിയാക്ട് ചെയ്യും, എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ മറ്റുള്ള ആളുകൾ അത് റിയാക്ട് ചെയ്യത്തില്ലേ? പബ്ലിക്കിൽ നിന്ന് കുറച്ച് പേര് അത് റിയാക്ട് ചെയ്തു. അപ്പോൾ ഈ കുഴി സ്റ്റെല്ല എന്ന് പറഞ്ഞ കുട്ടി അവരെ ബ്ലോക്ക് ചെയ്യുന്നു. അവരെനിക്ക് മെസ്സേജ് ചെയ്തു, ബ്ലോക്ക് ചെയ്താക്കണതുകൊണ്ട് കാണിച്ചു തന്നു. ഇവരുടെ സ്ക്രീൻഷോട്ട് എനിക്ക് അടുത്ത് അയച്ചു തന്നിട്ട് ബ്ലോക്ക് ചെയ്തെന്ന് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് രഞ്ജു മമ്മി എന്ത് ചെയ്തു, രഞ്ജു മമ്മി ഈ ഒരു വേറെ ചാനലിൽ വന്ന വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് ചെയ്തു, എൻ്റെ മോളുടെ കല്യാണം ഇതിന് മുന്നേ നടന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തു. അത് രഞ്ജു മമ്മി കമൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും പറയും ഇതിന് എന്ത് പട്ടം കിട്ടുമെന്ന് ചോദിക്കും. ഇത് പട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ കല്യാണം നടക്കുന്നത് പോലെയല്ല ഒരു ട്രാൻസ് വുമൻ്റെ കല്യാണം നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരുപാട് നടക്കണം, സംസാരിക്കണം, അതിൻ്റെ കമ്മിറ്റിയിലുള്ള ആളുകളോട് സംസാരിപ്പിച്ച് അതിനെ അംഗീകരിപ്പിക്കണം, അല്ലെ സമ്മതിപ്പിക്കണം, അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കണം. പിന്നെ ആദ്യം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് ആലുവയിലായിരുന്നു. അപ്പോൾ അവിടെ നടത്താൻ പറ്റിയില്ല, കോവിഡിൻ്റെ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, മീഡിയ വരാൻ പാടില്ല. പിന്നെ രഞ്ജു മമ്മി നടത്തുന്ന കല്യാണമാണ്, അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട. രഞ്ജു മമ്മി നടത്തുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു.
അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് പറയുവാണ്, നിങ്ങൾ ചുമ്മാ ഫസ്റ്റിന് വേണ്ടി ഇതിനു വേണ്ടി മത്സരിക്കുന്ന പറഞ്ഞപ്പോൾ രഞ്ജു മമ്മി, അത് എനിക്ക് തോന്നുന്നില്ല രഞ്ജു മമ്മി അതിന് വേണ്ടിയിട്ടാണ് അവിടെ കമന്റ്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് പബ്ലിസിറ്റി കിട്ടേണ്ട ആവശ്യം എനിക്കുമില്ല, രഞ്ജു മമ്മിക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാതിരുന്നത്. കാരണം ഇതിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്രോഫി ഒന്നും കിട്ടാൻ പോകില്ല. പിന്നെ ഇത് കഴിഞ്ഞു പോയ കാര്യമായിട്ട് ഞാൻ സംസാരിക്കാഞ്ഞത്. രഞ്ജു മമ്മി ഇത്ര കമന്റ് ചെയ്തുള്ളൂ, ഹണി എന്ന് പറയുന്ന എൻ്റെ മോളുടെ കല്യാണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനൊരു കമന്റ് ചെയ്തു, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെങ്കിലും സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞു. കാരണം അവിടെ രഞ്ജു മമ്മി കല്യാണത്തിൽ പോയിട്ടില്ലായിരുന്നു. പോയ ആളുകളിൽ എല്ലാവർക്കും എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടായിരിക്കും അവർക്ക് അറിഞ്ഞിട്ടും അങ്ങനെ പറയാതിരുന്നത്? എനിക്ക് അതൊന്നും അറിയില്ല. അല്ല, ഞാൻ വീഡിയോസിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. അപ്പൊ അവരൊന്നും ഇത് അറിഞ്ഞോണ്ട് പറയാതിരിക്കുക എന്ന് പറയുമ്പോ, ഈ പറഞ്ഞ ആൾക്കാരെ നമ്മളും ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അന്നും ചോദിച്ചപ്പോ അവരും പറഞ്ഞു, എനിക്ക് തോന്നുന്നു മേ ബി ഇനി സ്റ്റെല്ലയ്ക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, അവരും പറഞ്ഞത് അങ്ങനെയാണ്. ഫസ്റ്റ് ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റെല്ലക്കും ഇത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെല്ലയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ സ്റ്റെല്ലക്കും ഇത് അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്കും അറിയില്ല. കാരണം അവർ 2-3 പേരോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, അവരുടെ ഈ എയിൻഹണി ആരോഹിയുടെ ആണോ ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നതെന്ന് 2-3 പേരോട് ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് അറിയില്ല. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് അത് അറിയായിരുന്നു. അവരത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മീൻസ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെത് തന്നെ ആയിരിക്കണമെന്നില്ല. ഫസ്റ്റ് മാരേജ് മുന്നേ ആരുടെങ്കിലും നടന്നിട്ടുണ്ടാവും. കാരണം വിവാഹം എന്ന് പറയുന്നത് കൊട്ടിഘോഷിക്കപ്പെടേണ്ടതോ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമുക്ക് പട്ടം കിട്ടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ലൈഫിൽ ഏത് മനുഷ്യൻ്റെയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം നമ്മൾ എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു സാധനം ബർത്ത്ഡേ അല്ലാത്തുള്ള കാര്യങ്ങൾ. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം സംഭവിക്കുന്നുള്ളൂ. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മളിതൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ മീഡിയനെ അറിയിക്കാതിരുന്നു പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫാമിലി, ഞാൻ ഹിന്ദുവിനെ മാരേജ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യാനും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രോബ്ലം. പിന്നെ എൻ്റെ മമ്മിയൊന്നും ഇതിനോട് താല്പര്യമില്ല. ഞാൻ ഭയങ്കര ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അങ്ങനെ കുറേ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ സ്റ്റെല്ല എന്നോട് പറഞ്ഞ്, എല്ലാ ഫാമിലിയിലുള്ള ആളുകളും സപ്പോർട്ട് ചെയ്ത് നടത്തിയ കല്യാണം എന്ന് പറയും. ആര് സപ്പോർട്ട് ചെയ്താലും ആര് സപ്പോർട്ട് ചെയ്തില്ലാലും കല്യാണം എന്ന് പറഞ്ഞ കാര്യം അവിടെ നടന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരാൾ ഈ കമൻറ്റ് ചെയ്ത ആൾ പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞില്ലേ? പിരിഞ്ഞാലും നടന്നു തന്നെയല്ലേ. ഇപ്പൊ എന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ട് ഒരു ഫിലിം പണ്ട് ചിത്രീകരിച്ചെന്ന് ഓർത്തു. അന്നത്തെ കാലത്ത് മീഡിയ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന നമുക്കറിയാനുള്ള അവെയർ ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ട് അന്ന് ചിത്രീകരിച്ച പടം ആദ്യമായിട്ട് ഇറങ്ങിയതല്ലേ? ഇപ്പോൾ ഇന്നിറങ്ങുന്ന മീഡിയയിൽ പറയുന്ന ഫിലിംസ് ആണോ ആദ്യമായിട്ട് ഇറങ്ങിയത്? അല്ല, ആദ്യം ചിത്രീകരിച്ച ഫിലിം ചിത്രീകരിച്ചത് തന്നെയാണ് അല്ലേ? അന്ന് നമ്മളൊന്നും അത് കണ്ടില്ല എന്ന് വെച്ചാൽ സത്യസന്ധമല്ലാതെ ഇരിക്കുമോ? ആദ്യം ഇറങ്ങിയതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഇറങ്ങിയത് തന്നെയാണ്. അപ്പൊ നടന്നതാണ്. ഇപ്പൊ ഡേറ്റ് പറഞ്ഞാൽ അത് അന്ന് നടന്ന, അതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് മുമ്പ് നടന്നത് തന്നെയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥയാണ്, അതിന് മുന്നേ ചെയ്ത ആളുകൾക്കും ബാധ്യസ്ഥതയുണ്ട് ഇല്ലേ?